ഇന്നൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് സി എം പങ്കിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ സി എം പങ്ക് എന്താണ് പറഞ്ഞത് എന്ന് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി പറയാം. ഇന്നത്തെ റോ എപ്പിസോഡ് മൊത്തത്തിൽ നല്ല ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത്. ചെയ്തിട്ടുള്ള മാച്ച് സെഗ്മെന്റ് എല്ലാം നന്നായിട്ടുണ്ട്. ഇനി സി എം പങ്കിന്റെ സെഗ്മെന്റ് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് NXT സൂപ്പർ സ്റ്റാർ ആയിരുന്ന സ്റ്റെഫനി വർക്കർ റോ എപ്പിസോഡിലേക്ക് വന്നുകൊണ്ട് ആഡം പിയേഴ്സുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു റോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഇനി സി എം പങ്കിന്റെ സെഗ്മെന്റ് നോക്കാം. സി എം പങ്ക് എന്താണ് പറഞ്ഞത് എന്ന് വെച്ചാൽ മണി ഇൻ ദി ബാങ്ക് മാച്ചിനെ പറ്റിയാണ്. അതായത് ഫാൻസിനെ എല്ലാം ഷോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സി എം പങ്ക് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ഞാൻ മൂന്നാമത്തെ തവണയും ചിലപ്പോൾ മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്തേക്കാം. നിങ്ങൾക്കറിയാം, ഞാൻ 2 പ്രാവശ്യം മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്ത് അത് സക്സസ്ഫുള്ളായി ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യൻഷിപ്പും വിൻ ചെയ്തിട്ടുണ്ട്. അതും ലെജൻസിൻ്റെ അടുത്തൊക്കെയാണ് ഞാൻ ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യൻ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മണി ഇൻ ദി ബാങ്ക് മാച്ച് അല്ലെങ്കിൽ മണി ഇൻ ദി ബാങ്കിനെ നല്ല പരിചയമുണ്ട്. അത് കയ്യിൽ കിട്ടിയ എങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം, എങ്ങനെ ചാമ്പ്യനായി മുന്നോട്ട് പോകണം, ഈ ഒരു കാര്യത്തെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ സി എം പങ്ക് പറയുന്നുണ്ട് ഇപ്പം ചാമ്പ്യൻസ് ആയിട്ടുള്ളത് 2 പേരാണ്. അതിൽ ഒരു ചാമ്പ്യൻ എൻ്റെ ഫ്രണ്ടാണ്, ജെയ്സോനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്ത അവിടെ ഫ്രണ്ട്ഷിപ്പിനൊന്നും പ്രാധാന്യമില്ല, സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം ബിസിനസ്സാണ് എന്നും അതുകൊണ്ട് ജെയ്സോയുടെ അടുത്ത് ക്യാഷ് ഇൻ ചെയ്തേക്കാം ഈ ഒരു ടൈപ്പിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പിനെ പറ്റി ജെയ്സോനെയും അതിനുശേഷം അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിനെ പറ്റി ജോൺ സീനയെയുമാണ് പറഞ്ഞത്. അതായത് ജോൺ സീന തൻ്റെ ആത്മാവ് ഒരു മുട്ടത്തലയിന് വിറ്റു, അതായത് റോക്കിന് വിറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൈസായി കളിയാക്കുന്നുണ്ട് സി എം പങ്ക്. അപ്പോൾ മണി ഇൻ ദി ബാങ്ക് സി എം പങ്ക് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോൺ സീനയുടെ അടുത്ത് പോയിട്ട് ക്യാഷ് ഇൻ ചെയ്യാനും സാധ്യതയുണ്ട് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ മണി ഇൻ ദി ബാങ്കിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സാമി സൈൻ വന്നുകൊണ്ട് സെത്ത് റോളൻസിൻ്റെ ടീമിനെ പറ്റിയെല്ലാം സംസാരിക്കുന്നുണ്ട്. ഇന്ന് നടക്കാൻ പോകുന്ന മാച്ചുകളെ പറ്റിയും പറയുന്നുണ്ട്. അതായത് സെത്തിൻ്റെ ടീമിൻ്റെ കൂടെ സാമി സൈൻ, ജെയ്സോ ഇവർക്കൊരു മാച്ച് ഉണ്ട്, അതിനെപ്പറ്റി പറഞ്ഞു. അതുപോലെ സി എം പങ്കിന് നടക്കാൻ പോകുന്ന മണി ഇൻ ദി ബാങ്ക് മാച്ച് ക്വാളിഫയിങ് മാച്ച് സി എം പങ്ക് വിൻ ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സെത്തിൻ്റെ ടീമിനെ സൂക്ഷിക്കാനായിരിക്കും. പിന്നീട് സാമി സൈൻ അവസാനം പറയുന്നുണ്ട് സി എം പങ്ക് എങ്ങാനും മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പോ WWE ചാമ്പ്യൻഷിപ്പോ വിൻ ചെയ്തതിന് ശേഷം സാമി സൈനിനെ നേരിടേണ്ടതായിട്ട് വരും എന്ന്. അതായത് ഇപ്പോൾ കാണുന്ന ഞാനായിരിക്കില്ല, അപ്പോൾ അതൊരു ബിസിനസ്സായി മാറും, നമ്മൾ ഫ്രണ്ട്സ് എന്നൊന്നും നോക്കില്ല. അതുകൊണ്ട് സാമി സൈൻ സി എം പങ്കിനെ ആ സമയത്ത് ചാലഞ്ച് ചെയ്യും എന്നാണ് പറഞ്ഞത്. പിന്നീട് ഇവർ 2 പേരും ഷെയ്ക്കൻഡ് എല്ലാം കൊടുത്തുകൊണ്ട് സി എം പങ്ക് പറയുന്നുണ്ട് നമ്മൾക്ക് അപ്പോൾ കാണാം എന്നൊക്കെ. ശേഷം ഇവരൊന്നിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റ് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ റോക്സാൻ പെരസ് ലീവ് മോർഗനോട് പറയുന്നുണ്ട് നിന്റെ മാച്ചിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാം എന്ന്. അപ്പോൾ ലീവ് മോർഗൻ പറയുന്നത് നിന്റെ സഹായമൊന്നും വേണ്ട, നീ എൻ്റെ ബിസിനസ്സിൽ നിന്നും മാറി നിൽക്കണം എന്നൊക്കെയാണ്. പിന്നീട് അതേ സെഗ്മെന്റിൽ തന്നെ വുമൺസ് വേൾഡ് ചാമ്പ്യൻ ഇയോസ്കയുടെ കൂടെ ലീവ് മോർഗൻ സംസാരിച്ചു. അപ്പോൾ ലീവ് മോർഗൻ പറയുന്നത് ഞാൻ മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്ത് നിന്റെ കയ്യിലുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വരും എന്നാണ്. അപ്പോൾ തന്നെ ഇയോസ്കൈ പറയുന്നുണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല, നീയൊന്നും എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യില്ല എന്നൊക്കെ. അതായത് ലീവ് മോർഗന് മണി ഇൻ ദി ബാങ്ക് കിട്ടില്ല എന്ന്. പിന്നീട് റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് വുമൺസിന്റെ മണി ഇൻ ദി ബാങ്ക് ക്വാളിഫയിങ് മാച്ച്. ഈ മാച്ച് നടന്നത് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻ ലീവ് മോർഗൻ വേഴ്സസ് സ്റ്റെഫനി വർക്കിയർ വേഴ്സസ് ഐവി ലെയ്ൻ. ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ചിന്റെ അവസാനത്തിൽ സ്റ്റെഫനി വർക്കിയറിനെ ഫിനിഷർ ചെയ്തുകൊണ്ട് ലീവ് മോർഗൻ വിൻ ചെയ്യാൻ പോയ സമയത്ത് ഐവി ലെയ്ൻ വന്നുകൊണ്ട് ലീവ് മോർഗനെ ഒഴിവാക്കി പിൻ ചെയ്യാൻ നോക്കി. പക്ഷെ ലീവ് മോർഗൻ അവരെ തിരിച്ചറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അവരെ സ്റ്റെപ്പിന്റെ മുകളിലേക്കെല്ലാം ഐവി ലെയ്ൻ വലിച്ചെറിയുന്നുണ്ട്. ശേഷം മാച്ച് കണ്ടിന്യൂ ചെയ്യാൻ നോക്കിയപ്പോൾ സ്റ്റെഫനി വർക്കിയർ അവരുടെ SVB ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ സ്റ്റെഫനി വർക്കിയറാണ് വിൻ ചെയ്ത് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ചിലേക്ക് ആഡ് ആയത്. അപ്പോൾ ഇത് നല്ല മാച്ചും നല്ല റിസൾട്ടുമായിരുന്നു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ AJ സ്റ്റൈൽസ്, പോൾ ഹേമൻ ഇവരുടെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ പോൾ ഹേമൻ AJ സ്റ്റൈൽസിന് ഒരു ഓഫറാണ് കൊടുത്തത്. അതായത് AJ സ്റ്റൈൽസിനോട് IC ചാമ്പ്യൻഷിപ്പിന്റെ പുറകെ പോകാനും IC ചാമ്പ്യൻഷിപ്പായിട്ടുള്ള ഒരു റെസ്ലർ ഇവരുടെ ടീമിലേക്ക് വേണം, അല്ലെങ്കിൽ ഇവർക്ക് വേണം എന്ന ടൈപ്പിലൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതേസമയം മണി ഇൻ ദി ബാങ്കിന് പുറകെ പോകാൻ പാടില്ല എന്നും അത് സെത്ത് റോളൻസിനുള്ളതാണ് എന്നൊക്കെയാണ് AJ സ്റ്റൈൽസിനോട് പറഞ്ഞത്. അപ്പം മണി ഇൻ ദി ബാങ്ക് ഒഴിവാക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാവിധ സഹായവും AJ സ്റ്റൈൽസിന് കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് AJ സ്റ്റൈൽസ് ആ ഓഫറെല്ലാം ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്
സെത്ത് റോളൻസിനോട് പോയി പറയാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ പോൾ ഹേമനോട് ഇങ്ങനെ നടന്ന് ക്ഷീണിച്ചോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് നൈസായിട്ട് AJ സ്റ്റൈൽസിനെ വീഴ്ത്താൻ നോക്കി, പക്ഷെ സാധിച്ചില്ല. പിന്നീട് ഫിൻ ബാലർ JD മെക്ലാനിക് വേഴ്സസ് വാർ റൈഡേഴ്സ്, ഇവർക്കൊരു ടാഗ് ടീം മാച്ച് നടന്നു. ഈ മാച്ച് കാണാൻ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിട്ടുള്ള ന്യൂ ഡേ ടീമും വന്നിട്ടുണ്ടായിരുന്നു. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ന്യൂ ഡേ ടീം പ്രശ്നമുണ്ടാക്കുമ്പോൾ റെഫറി അവരെ ബാക്ക് സ്റ്റേജിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് മാച്ച് കണ്ടിന്യൂ ചെയ്ത് വാർ റൈഡേഴ്സ് വിൻ ചെയ്യാൻ പോയ സമയത്ത് റോക്സാൻ പെരസ് അവിടെ വന്നുകൊണ്ട് ഫിൻ ബാലർ ടീമിനെ ഹെൽപ്പ് ചെയ്തു. ശേഷം ഫിൻ ബാലർ ഫിനിഷർ എല്ലാം കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ വാർ റൈഡേഴ്സിനെ തോൽപ്പിച്ചുകൊണ്ട് JD ആൻഡ് ഫിൻ ബാലർ ഇവരാണ് വിൻ ചെയ്തത്. പിന്നീട് IC ചാമ്പ്യൻ ലൈറ വൽക്കിരിയ, ബെക്കി ലഞ്ച് ഇവരുടെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അവസാനം ബെക്കി പറഞ്ഞത് നമ്മൾക്ക് മണി ഇൻ ദി ബാങ്കിൽ കാണാം എന്നാണ്. അതേസമയം ലൈറ വൽക്കിരിയ പറയുന്നുണ്ട് എനിക്ക് അതുവരെ സമയമില്ല എന്നൊക്കെ. ശേഷം ബെക്കി അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ ലൈറ വൽക്കിരിയ പിറകിൽ നിന്നും വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ഇവരെ പിടിച്ചു മാറ്റുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ വുമൺസ് മണി ഇൻ ദി ബാങ്ക് ക്വാളിഫയിങ് മാച്ച് വിൻ ചെയ്ത സ്റ്റെഫനി വർക്കറിന്റെ ഇന്റർവ്യൂ കാണിച്ചു. അതേസമയം റിയ റിപ്ലി അവിടെ വന്നുകൊണ്ട് ഇവർക്ക് തമ്മിൽ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടാക്കുന്നത് പോലെ കാണിച്ചിരുന്നു, അതായത് മണി ഇൻ ദി ബാങ്ക് മാച്ചിന് വേണ്ടിയിട്ട്. പിന്നീട് സാമി സെയിൻ വേൾഡ് ചാമ്പ്യൻ ജയ് ഉസോ വേഴ്സസ് ബ്രോൺ ബ്രേക്കർ ആൻഡ് ബ്രോൺസൺ റീഡ് ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇത് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് സംഭവിച്ചത്. അതായത് മാച്ചിൻ്റെ അവസാനത്തിൽ സാമി സെയിനും ജെയ്സോയും ചേർന്ന് ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ഒരു അവസരം ഉപയോഗിച്ച് സെത്ത് റോളൻസ് അവിടെ വന്നുകൊണ്ട് ജെയ്സോനെ ഗോൾ സ്റ്റംപ് ചെയ്യുന്നുണ്ട്. ശേഷം മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ഇവരെല്ലാം ചേർന്ന് അറ്റാക്ക് ചെയ്ത് ഇവർ അനൗൺസ് ടേബിളിന്റെ മുകളിലെല്ലാം കൊണ്ടുപോയി സുനാമി ചെയ്യാൻ നോക്കിയ സമയത്ത് CM പങ്ക് ഒരു ചെയറായി വന്ന് ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് ജെയ്സോയും സാമി സെയിനും റിങ്ങിലേക്ക് കയറുമ്പോൾ ഇവര് മൊത്തത്തിൽ റിങ് വിട്ട് ഇറങ്ങിപ്പോയി. ഇതാണ് ഈ സെഗ്മെന്റിൽ നടന്നത്. പിന്നെ മാച്ചിന്റെ റൂൾസ് പ്രകാരം വേൾഡ് ചാമ്പ്യൻ ജെയ്സോ, സാമി സെയിൻ ഇവരാണ് വിൻ ചെയ്തത്. പിന്നീട് ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഇതിൽ ലിവ് മോർഗൻ പറയുന്നുണ്ട് ഫിൻ ബാലറിനോട്, നീ എന്തിനാണ് റോക്സാൻ പെരസിനെ ഈ ടീമിലേക്ക് കൊണ്ടുവന്നത് എന്ന് തനിക്കറിയാം എന്നൊക്കെ. അതായത് ഈ ഒരു ടീം ഇല്ലാതാക്കാനുള്ള പ്ലാൻ ഫിൻ ബാലറിനുണ്ട് എന്ന് ലിവ് മോർഗന് മനസ്സിലായതുപോലെയാണ് സംസാരിക്കുന്നത്. അതുപോലെ ഡൊമിനിക് മിസ്റ്റീരിയോനെയും വലിയ വിശ്വാസമൊന്നും ഇല്ല എന്നും ലിവ് മോർഗൻ പറഞ്ഞിട്ടുണ്ട്, അതായത് റോക്സാൻ പെരസ് വന്നതിന് ശേഷം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ കാർലിറ്റോനെയും WWE റിലീസ് ചെയ്തതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് കോൺട്രാക്ട് ഇഷ്യൂ തന്നെ, അതായത് കോൺട്രാക്ട് തീർന്നത് തന്നെയാണ് അവിടത്തെയും കാരണം. അതുപോലെ R-Truthനെ തിരികെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇന്ന് റോ എപ്പിസോഡിലൊക്കെ ഫാൻസ് ബഹളമുണ്ടാക്കിയതായിട്ടും റിപ്പോർട്ട്സ് എല്ലാം വരുന്നുണ്ട്. പിന്നീട് കൈരി സെയിൻ വേഴ്സസ് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻ റാക്കൽ റോഡ്രിഗസ് ഇവർക്കൊരു സിംഗിൾസ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ കൈരി സെയിനെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിവ് മോർഗൻ ടീമെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അതേസമയം അവിടെ ESK വന്നുകൊണ്ട് കൈരി സെയിനെ ഹെൽപ്പ് ചെയ്തു. ശേഷം കൈരി സെയിൻ റാക്കൽ റോഡ്രിഗസിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ കൈരി സെയിനാണ് വിൻ ചെയ്തത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ കെരിയൻ ക്രോസ് സാമി സെയിനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ സാമി സെയിൻ പറയുന്നുണ്ട്, നീ എല്ലാ ആഴ്ചയും എൻ്റെ പിറകിനെ വന്നുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, എന്താണ് നിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് നിനക്ക് എന്താണ് അറിയേണ്ടത് എന്നൊക്കെ. അപ്പോൾ കെരിയൻ ക്രോസ് പറയുന്നുണ്ട്, നീ കള്ളനാണ്, നീ കള്ളം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, നീ നിന്റെ ആരാധകരോടും കള്ളം പറഞ്ഞു. നീ മര്യാദയ്ക്ക് പോകുകയാണെങ്കിൽ ഇതിനോടകം നിനക്ക് 10 പ്രാവശ്യം അല്ലെങ്കിൽ 10 ഇരട്ടി ചാമ്പ്യൻഷിപ്പൊക്കെ വിൻ ചെയ്യാമായിരുന്നു. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതായത് എല്ലാം നിന്റെ മിസ്റ്റേക്കാണ്, നിന്റെ തെറ്റാണ് എല്ലാം എന്നൊക്കെ. പിന്നീട് സാമി സെയിനും പറയുന്നുണ്ട്, അതെ എനിക്ക് തെറ്റുപറ്റി എന്നൊക്കെ. അപ്പോൾ കെവിൻ ക്രോസ് പറയുന്നത്, നീ തന്നെയാണ് നിന്റെ തെറ്റും, നീ തന്നെയാണ് നിന്റെ ശരിയും, ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. അപ്പോൾ എല്ലാ റെസ്ലേഴ്സിൻ്റെ അടുത്തും പോയിട്ട് ഇതുപോലെ സെഗ്മെൻ്റ് എല്ലാം ചെയ്യുന്നുണ്ട് കെരിയൻ ക്രോസ്. ഇപ്പോൾ കെരിയൻ ക്രോസിന് ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പതിയെ പതിയെ കൊണ്ടുവന്ന് കെരിയൻ ക്രോസിന് നല്ല മാച്ചൊക്കെ കൊടുത്ത സെറ്റായിരിക്കും. അതിനുശേഷം റോ എപ്പിസോഡ് മെയിൻ ഇവൻ്റായി നടന്നത് മണി ഇൻ ദി ബാങ്ക് ക്വാളിഫയിങ് മാച്ചാണ്. CM പങ്ക്, AJ സ്റ്റൈൽസ്, എൽ ഗ്രാൻഡെ അമേരിക്കാനോ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിരുന്നു. മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ CM പങ്കും സാമി സെയിനും റെഫറിയോട് പറയുന്നുണ്ട് എൽ ഗ്രാൻഡെ അമേരിക്കാനോടെ മാസ്ക് എല്ലാം ചെക്ക് ചെയ്യാനായിട്ട്. അതേപോലെ മാച്ചിന്റെ പകുതിക്ക് വെച്ചുകൊണ്ട് CM പങ്ക് ദേഷ്യം വന്ന് എൽ ഗ്രാൻഡെ അമേരിക്കാനോടെ മാസ്ക് എല്ലാം റിമൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതായത് ഇതാണ് ചാറ്റ് കേബിൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ സാധിച്ചില്ല. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ AJ സ്റ്റൈൽസ് പെട്ടെന്ന് തന്നെ എൽ ഗ്രാൻഡെ അമേരിക്കാനോനെ സ്റ്റൈൽ ക്ലാഷ് ചെയ്തു. പക്ഷെ CM പങ്ക് ആ ഒരു പിൻ ഒഴിവാക്കി വിട്ടു. പിന്നീട് CM പങ്കിന് ഒരു അവസരം കിട്ടിയപ്പോൾ
ഗോ ടു സ്ലീപ്പ് ഫിനിഷർ എൽ ഗ്രാൻഡ് അമേരിക്കാനോയ്ക്ക് കൊടുത്തുകൊണ്ട് പിൻ ചെയ്യാൻ നോക്കിയ സമയത്ത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പോലെ തന്നെ സെറ്റിൻ്റെ ടീം അവിടെ വന്നുകൊണ്ട് സി എം പങ്കിൻ്റെ ആ ഒരു പിൻ ഒഴിവാക്കി സി എം പങ്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നീട് സേവ് ചെയ്യാൻ സാമി സൈനും ജെയ്സോയും വന്നുവെങ്കിലും അവർക്കും കിട്ടി. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിച്ച് മുഖമുടിക്കുള്ളിൽ ആ ഒരു പ്ലേറ്റ് എല്ലാം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് AJ സ്റ്റൈൽസ് ഫെനോമിനൽ ഫോറം അങ്ങനെയെല്ലാം ചെയ്യാൻ നോക്കിയ സമയത്ത് എൽ ഗ്രാൻഡ് അമേരിക്കാനോ ഹെഡ് വെച്ച് AJ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്തു. ശേഷം AJ സ്റ്റൈൽസിനെ പിൻ ചെയ്ത് എൽ ഗ്രാൻഡ് അമേരിക്കാനാണ് മണി ഇൻ ദി ബാങ്കിലേക്ക് ആഡ് ആയത്. മാച്ച് കഴിഞ്ഞതിന് ശേഷം സെത്ത് റോളൻസ് എല്ലാം വന്നുകൊണ്ട് ഭയങ്കരമായി സി എം പങ്ക്, സാമി സൈൻ, ജെയ്സോ ഇവരെ അറ്റാക്ക് ചെയ്തു. അതായത് എല്ലാവർക്കും നിരത്തി സ്പിയറും സ്റ്റമ്പും കൊടുത്ത് അറ്റാക്ക് ചെയ്തു. ശേഷം ജെയ്സോനെ സുനാമി ഫിനിഷറും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോ ആയിരുന്നു. മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.